പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 169 ആയത്തിൻ്റെ തുടക്ക ഭാഗം ഇന്നമാ യഅ്മുറുക്കും എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായത്. ഷെയ്ത്താൻ ശത്രുവാണ്. അവൻ ശത്രുവാകുവാനുള്ള കാരണം ഫഹ്ശാ, അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ഈ 3 കാര്യങ്ങൾ അവൻ കൽപ്പിക്കുന്നു, അത് മാത്രം അവൻ കൽപ്പിക്കുന്നു എന്നത് വിശദീകരിക്കവേ ഷെയ്ത്താൻ എങ്ങനെയാണ് തൻ്റെ ശത്രുത പ്രതിഫലിപ്പിക്കുന്നത്, ഷെയ്ത്താൻ്റെ കൽപ്പന അത് ഏത് വിധേനയായിരിക്കും, ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങളും പ്രമാണവചനങ്ങളിലുണ്ടല്ലോ, അപ്പോൾ ഇത് 3 കൊണ്ട് മാത്രം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ അതിൻ്റെ യുക്തി എന്താണ്? ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്നമാ യഅ്മുറുക്കും എന്നത് വിശദീകരിക്കവേ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്താണ് എന്താണ് ഫഹ്ശാ, അപ്രകാരം അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ഈ വിഷയങ്ങളാണ്. അതിൽ ഷൈത്താൻ കൽപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയം തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താണ്? ഇവിടെ ബിസ്സൂഇ വൽ ഫഹ്ശാഇ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂഇനെയും ഫഹ്ശാഇനെയും അത്ഫ് ചെയ്ത് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിസ്സ വിശദീകരിക്കുന്നിടത്ത് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സൂഇലേക്ക് ഫഹ്ശാഇനെ അത്ഫ് ചെയ്തു, ചേർത്തു. അത്ഫ് മുഗായറത്തിനെ തേടുന്നു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ സൂഇൻ്റെ വിവക്ഷ അത് ഫഹ്ശാഇൻ്റെ വിവക്ഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അത് മനസ്സിലാക്കാൻ എന്താണ് എന്താണ് ഫഹ്ശാ എന്നുള്ളത് രണ്ടും വേറെ വേറെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കുല്ലുമാ യഗുമ്മുൽ ഇൻസാന മിൻ ഉമൂരിദ്ദാറൈൻ, മനുഷ്യൻ്റെ ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ, വിഷയങ്ങളിൽ അവനെ വ്യസനിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആണ്. മാനസികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട്, അതേപോലെ ശാരീരികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട്. മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും അല്ലാതെ ബാഹ്യമായുള്ള പല വിഷയങ്ങളും, സ്വത്തിൽ, സന്തതികളിൽ, സഹചാരികളിൽ, സഹധർമ്മിണികളിൽ ഒക്കെ മനുഷ്യന് അരോചകമായ, അവനെ അലോസരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക, വിധിക്കപ്പെടുക. അതിൽ നിന്നുള്ള ക്രിയ ഇസ്താ, വ്യസനിച്ചു, വേദനിച്ചു, വിഷമിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ തിരുദൂതരുടെ സവിധത്തിൽ ആളുകൾ ഒത്തുകൂടി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ റആ മിൻകും റുഅ്യ, നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ സ്വപ്നം വിശദീകരിച്ചു. റഅയ്തു കഅന്ന മീസാനൻ നസല മിനസ് സമാ, ഒരു തുലാസ് അത് മാനത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഞാൻ കണ്ടു. ആ തുലാസ് മാനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഫൗസിൻത അൻത വ അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുകയാണ്, താങ്കളും അബൂബക്കറും അതിൽ തൂക്കപ്പെട്ടു. ഫറജഹ്ത അൻത ബി അബീബക്കർ, അപ്പോൾ അബൂബക്കറിനേക്കാൾ താങ്കൾ തുലാസിൽ ഭാരം തൂങ്ങി, കനം തൂങ്ങി. വഉസിന അബൂബക്കർ വ ഉമറു റളിയല്ലാഹു അൻഹുമാ ഫറജഹ അബൂബക്കർ, പിന്നീട് അബൂബക്കറും ഉമറും ആ തുലാസിൽ തൂക്കപ്പെട്ടു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ തട്ട് തുലാസിൽ അത് കനം കൂടുതൽ തൂങ്ങി. വഉസിന ഉമറു വ ഉസ്മാനു, ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹുമാ തൂക്കപ്പെട്ടു. ഫറജഹ ഉമറു, അതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്രാസ്, തട്ട്, അത് കനം കൂടി തൂങ്ങി. സുമ്മ റുഫി അൽ മീസാൻ, അതിൽ പിന്നെ ആ ത്രാസ് അല്ലെങ്കിൽ തുലാസ് അത് ഉയർത്തപ്പെട്ടു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹം പറഞ്ഞത് ഹദീസിൽ കാണാം, ഫസ്തഅലഹ, ആ സ്വപ്നത്തിൽ അതിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു, ദുഃഖിച്ചു എന്ന്. ചില നിവേദനങ്ങളിൽ ഫറഅയ്നൽ കറാഹിയത ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമുഖത്ത് ഞങ്ങൾ നീരസം, അനിഷ്ടം ദർശിക്കുകയുണ്ടായി എന്നാണ്. അതിനോടനുബന്ധമായി തിരുദൂതർ പറഞ്ഞു, ഖിലാഫത്തു നുബുവത്തിൻ സുമ്മ യുഅ്തില്ലാഹുൽ മുൽക മൻ യശാ, നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്തായിരിക്കും, പിന്നീട് രാജവാഴ്ചയായിരിക്കും, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ രാജവാഴ്ച നൽകും എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഇവിടെ ഞാനിത് പറഞ്ഞത് ഫസ്തഅലഹ, ആ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി എന്നാണ്. ഈ സൂഇൽ നിന്ന് വ്യുൽപ്പന്നമാണ്, സൂഇൽ നിന്ന് വ്യുൽപ്പന്നമാണ്. ഒരു കവി പറഞ്ഞു,
ഇൻ യകു ഹാദ ദഹ്റു ഖദ് സാഅനി ഫതാലമാ ഖദ് സറനി അദ്ദഹ്റു അൽ അംറു ഇൻദി ഫീഹിമാ വാഹിദു ലിദാക ശുക്റുൻ വലിദാക സബ്റു. ഇൻ യകു ഹാദ ദഹ്ർ, ഈ കാലം, ഖദ് സാഅനി, എന്നെ വ്യസനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഫതാലമാ ഖദ് സറനി അദ്ദഹ്റു, കാലം എത്ര കാലമായി എനിക്ക് സന്തോഷം പകരുന്നു. അൽ അംറു ഇൻദി ഫീഹിമാ വാഹിദു, കാലം സന്തോഷിപ്പിച്ചാലും കാലം സങ്കടക്കയത്തിൽ അകപ്പെടുത്തിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒരുപോലെയാണ്, ഒന്നാണ്. ലിദാക ശുക്റുൻ, കാലം സന്തോഷിപ്പിക്കുമ്പോൾ അതിൽ നന്ദി പ്രകാശിപ്പിക്കുക. വലിദാക സബ്റുൻ, കാലം സങ്കടപ്പെടുത്തുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുക. ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് സാഅനി, എന്നെ കാലം വ്യസനിപ്പിച്ചു, വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തി എന്ന കവിയുടെ പ്രയോഗമാണ്. സൂഇൽ നിന്ന് ഉൽപ്പന്നമാണ് ഈ സാഅയും ഹദീസിൽ കേട്ട ഇസ്താഅയുമൊക്കെ. വ്യസനിപ്പിക്കുന്നതെന്തോ, വേദനിപ്പിക്കുന്നതെന്തോ, സങ്കടപ്പെടുത്തുന്നതെന്തോ അതാണ് സൂ. അതിനാൽ തന്നെ നമ്മൾ പ്രമാണ വചനങ്ങൾ നോക്കിയാലും സാഹിത്യ രചനകൾ നിരീക്ഷിച്ചാലും ഭാഷാ നിഘണ്ടുക്കളും രചനകളുമൊക്കെ നോക്കിയാലും സൂ എന്നത് പല വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. അതിൻ്റെയൊക്കെ നതീജ, റിസൾട്ട് വേദനിക്കുക, സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ്. തിന്മക്ക് സൂ എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അംർ ബിൻ അബസ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ഫമൽ ഹിജ്റതു, എന്താണ് ഹിജ്റ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിജ്റ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, അൻ തഹ്ജുറ സൂഅ, നീ സൂഇനെ വെടിയലാണ്. അവിടെ സൂ എന്ന് പറഞ്ഞാൽ തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ വെടിയലാണ് ഹിജ്റ എന്ന് പറഞ്ഞു. അതേപോലെ വൈകൃതം, വൈരൂപ്യം, അതിനെ സൂ എന്ന് പറഞ്ഞത് ഹദീസിൽ തന്നെ വായിക്കാം. നരകത്തിൽ ശിക്ഷാർഹരായ ഒരു വിഭാഗം ആളുകൾ, അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കാണിക്കുകയുണ്ടായി, ഒരു വിഭാഗം ആളുകളെ. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റിജാലുൻ ശത്റുൻ മിൻ ഖൽഖിഹിം കഅഹ്സനി മാ അൻത റായിൻ, ഒരു വിഭാഗം ആളുകൾ അവരുടെ സൃഷ്ടിപ്പിന്റെ ഒരു ഭാഗം ഏറ്റവും സുന്ദരമാണ്. വശത്രുൻ, അവരുടെ തന്നെ മറ്റൊരു ഭാഗം കഅഖ്ബഹി മാ അൻത റായിൻ, ഏറ്റവും വികൃതമാണ്. ഒരു ഭാഗം ഭംഗിയിൽ, മറുഭാഗം വൈകൃതത്തിൽ, വൈരൂപ്യത്തിൽ ഏറ്റവും മോശമായി. ഈ ആളുകളോട് പിന്നീട് പറയും, ഇദ്ഹബു ഫഖഉ ഫി ദാലിക നഹർ, ഒരു നദി കാണിച്ച് ആ നദിയിൽ പോയി വീഴാൻ. അങ്ങനെ അവർ ആ നദിയിലേക്ക് പോയി അതിൽ വീഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇവരെ കണ്ടതിനെക്കുറിച്ച് പറയുമ്പോൾ, സുമ്മ റജഉ ഇലൈനാ ഖദ് ദഹബ ദാലിക സൂഉ അൻഹും, അവർ ഞങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ അവരിൽ നിന്ന് ആ സൂ എന്ന് പറഞ്ഞാൽ അവരിൽ കാണപ്പെട്ട ആ വൈകൃതം, വൈരൂപ്യം, ഏറ്റവും മോശമായ ആ ശാരീരികാവസ്ഥ അത് പോയിട്ടുണ്ട്. ഫസാറു ഫി അഹ്സനി സൂറത്തിൻ, അവർ ഏറ്റവും നല്ല രൂപത്തിലായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ തിരുമൊഴിയിൽ സൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി കാണപ്പെട്ട വൈരൂപ്യം, വൈകൃതം, അഭംഗി എന്നൊക്കെ അർത്ഥത്തിലാണ്. വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, എനിക്ക് ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അദൃശ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്മകൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, തിന്മ എന്നെ തൊടുമായിരുന്നില്ല എന്ന്. ഇവിടെ സൂ എന്ന് പ്രയോഗിച്ചു, ഖൈറിന് വിപരീതമായി. ഖൈറ് നന്മയാണ്, സൂ തിന്മയാണ്. ഇതുപോലെ ദുഷിച്ചതിന് പ്രയോഗിച്ചത് ഹദീസിന്റെ പ്രയോഗത്തിൽ നമ്മൾ വായിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസിയത്ത്, ഞാൻ മരിച്ചാൽ തീയുമായി നിങ്ങൾ എന്നെ അനുഗമിക്കരുത്, എൻ്റെ ജനാസയെ അനുഗമിക്കരുത്. അതേപോലെ എൻ്റെ കബറിൻ പുറത്ത് നിങ്ങൾ കൂടാരം ഉണ്ടാക്കരുത്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ റബ്ബിങ്കലേക്ക് എന്നെയും കൊണ്ട് വേഗത്തിൽ പോകണം, ജനാസ പെട്ടെന്ന് സംസ്കരിക്കണം എന്ന അർത്ഥത്തിൽ. എന്നിട്ട് അദ്ദേഹം ഒരു തിരുമൊഴി അവിടെ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ ഉദിഅ അർറജുലു സാലിഹു അലാ സരീരിഹി, ഒരു സൽവൃദ്ധൻ, സൽ പുരുഷൻ മരിച്ച് അയാളുടെ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ടാൽ, ഖാല ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ എന്ന് ആ സൽപുരുഷൻ പറയും എന്നാണ്. വഇദാ ഉദിഅ അർറജുലു സൂഉ അലാ സരീരിഹി, ഒരു ദുഷിച്ച മനുഷ്യനാണ് മരിച്ച് അയാളുടെ മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെടുന്നതെങ്കിൽ, അയാൾ വെക്കപ്പെടുകയായാൽ, അർറജുലു സൂ, ആ ദുഷിച്ച മനുഷ്യൻ പറയും, യാ വൈലി ഐന തദ്ഹബൂന ബി, എൻ്റെ നാശമേ, നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഇവിടെ അർറജുലു സൂ എന്ന് പറഞ്ഞാൽ ദുഷിച്ചവൻ, മോശം മനുഷ്യൻ എന്നുള്ളതാണ്. അസാലിഹ് എന്നതിൻ്റെ വിപരീതമായിട്ടാണ് ഇവിടെ അസൂ പ്രയോഗിച്ചത്. നല്ലത്, തീയത്. സാലിഹ് സൽപുരുഷനാണ്, അസൂ ദുഷിച്ചവനാണ്.
ഇതേപോലെ ശിക്ഷക്ക് സൂ പ്രയോഗിച്ചത് വതദൂഖു സൂഅ ബിമാ സദത്തും അൻ സബീലില്ലാഹ് വലക്കും അദാബുൻ അദീം. സൂറത്ത് നഹ്ലിന്റെ 93-ാം വചനം. ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് നിങ്ങൾ തടഞ്ഞതിനാൽ നരകത്തീന് അസ്സൂഅ എന്ന് പറയും. സുമ്മ കാന ആഖിബത്തല്ലദീന അസാഉ സൂഅ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. തിന്മ ചെയ്തവർ അവർക്ക് സൂഅയാകുന്നു അനന്തരഫലം. നരകത്തെ ഉദ്ദേശിച്ചാണ്. ഇതുപോലെ ലില്ലദീന അഹ്സനു അൽ ഹുസ്ന, സുഹൃതം ചെയ്തവർക്ക് അൽ ഹുസ്നയാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞില്ലേ. അസ്സൂഅ എന്ന് പറഞ്ഞാൽ നരകമാണ്, അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. സൂഇൽ നിന്നാണത് സൂഅ എന്നുള്ളത് വന്നിട്ടുള്ളത്. ശിക്ഷക്ക് സൂ എന്ന് പറയും. ഇതേപോലെ സൂയിലേക്ക് ഇദാഫത്ത് ചെയ്ത് ചേർത്ത് കുറേ പ്രയോഗങ്ങൾ, ജാറുസു, യൗമുസു, ലൈലത്തുസു, മഖ്റജുസു, മദ്ഖലുസു, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ മോശമായ, അനിഷ്ടകരമായ എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ അദ്ദുആയിൽ ഉദ്ധരിച്ചത് ഇപ്രകാരമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസു, അല്ലാഹുവേ മോശം അയൽവാസിയിൽ നിന്ന്, മോശം സ്വഭാവക്കാരനായ അയൽവാസി, അയാളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു. വമിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ്, നരബാധിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന, എനിക്ക് നര ഏൽപ്പിക്കുന്ന ഭാര്യയിൽ നിന്ന് ഞാൻ നിന്നിൽ രക്ഷ തേടുന്നു. വമിൻ വലദി യകൂനു അലയ്യ റബ്ബ, എനിക്ക് യജമാനനായി വർത്തിക്കുന്ന സന്തതി ഉണ്ടാകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്തതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു. വമിൻ മാലി യകൂനു അലയ്യ അദാബ, എനിക്ക് ശിക്ഷയായി ഭവിക്കുന്ന സ്വത്ത്, അതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു. വമിൻ ഖലീലിൻ മാകിരിൻ ഐനുഹു തറാനി വഖൽബുഹു തറആനി, കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ, അവൻ്റെ കണ്ണ് എന്നെ നോക്കുന്നു, അവൻ്റെ കൽബ് എന്നെ പേടിപ്പിക്കുന്നു. അങ്ങനെയുള്ള കൂട്ടുകാരനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷക്ക് തേടുന്നു. കാരണം കുതന്ത്രം പയറ്റുന്ന കൂട്ടുകാരൻ ഇൻ റഅ ഹസനതൻ ദഫനഹ, വല്ല നന്മയും എന്നിൽ കണ്ടാൽ അവനത് തമസ്കരിക്കും, കുഴിച്ചു മൂടും. വ ഇൻ റഅ സയ്യിഅതൻ അദാഅഹ, വല്ല തിന്മയും കണ്ടിട്ടുണ്ട് എങ്കിൽ അവൻ അതിനെ അങ്ങാടിപ്പാട്ടാക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ ഹദീസിൻ്റെ പ്രയോഗം, ജാർ അസു, മോശം അയൽവാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയിൽ ഇതേപോലെ വമസലു ജലീസി സൂഇ കമസലി സാഹിബിൽ കീർ, മോശം കൂട്ടുകാരൻ അവൻ്റെ ഉപമ സാഹിബുൽ കീറിനെ പോലെയാണ് എന്നാണ്. സാഹിബുൽ കീർ എന്ന് പറഞ്ഞെങ്കിൽ കൊല്ലപ്പണിക്കാരൻ, ഉലയിൽ ഊതി ഇരുമ്പൊക്കെ കാച്ചി പണിയെടുക്കുന്ന കൊല്ലപ്പണിക്കാരൻ. ഇല്ലം യുസീബിക മിൻ സവാദിഹി അസാബക മിൻ ദുഖാനിഹി എന്നാണ്. അവൻ്റെ സവാദ് നിനക്ക് ഏറ്റിട്ടില്ലെങ്കിലും അവൻ്റെ പുക നിനക്ക് ഏൽക്കും എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ജലീസു സൂ, മോശം കൂട്ടുകാരൻ. ഇമാം തബറാനി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതിൽ അതിൽ കുറേ പ്രയോഗങ്ങൾ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ യൗമിസ്സൂ വമിൻ ലൈലത്തിസ്സൂ വമിൻ സാഅത്തിസ്സൂ വമിൻ സാഹിബിസ്സൂ വമിൻ ജാരിസ്സൂ ഫി ദാരിൽ മുഖാമ, മോശം ദിവസത്തിൽ നിന്ന്, മോശം രാവിൽ നിന്ന്, മോശം സമയത്തിൽ നിന്ന്, മോശം കൂട്ടുകാരനിൽ നിന്ന്, മോശം അയൽവാസിയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നിലിതാ അഭയം തേടുന്നു. തിരുനബിയുടെ ഒരു വസിയത്ത്, ഇദാ ഖറജ്ത മിൻ മൻസിലിക് ഫസല്ലി റക്അതൈൻ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായാൽ 2 റക്അത്ത് നിസ്കരിക്ക്. തംനആനിക മഖ്റജ സൂ, ആ 2 റക്അത്ത് നിസ്കാരം മോശം പുറപ്പാടിൽ നിന്ന് നിന്നെ തടുക്കും. വൈദ ദഖൽത ഇലാ മൻസിലിക്, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഫസല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്ക്. യംനആനിക മദ്ഖല സൂ, മോശം പ്രവേശനത്തിൽ നിന്ന് ആ 2 റക്അത്ത് നിന്നെ തടയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതുപോലെ സൂയിലേക്ക് ചേർക്കപ്പെട്ട പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തിയത് ഈ സൂ എന്ന പദത്തിൻ്റെ ആശയവൈപുല്യം, അർത്ഥതലങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ ഇത് മനസ്സിലാക്കാനാണ്. സൂ ഉൽ ഹിഫ്ദ്, മനപ്പാടമാക്കുന്നത് നേരാവിധമല്ല എങ്കിൽ, അല്ലെങ്കിൽ മനപ്പാടമാകുന്നില്ല എങ്കിൽ അതിനാണ് സൂ ഉൽ ഹിഫ്ദ് എന്ന് പറയാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലീനനും ഒപ്പം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗുരുവായി പരിഗണിച്ചിരുന്നതുമായ വ്യക്തിത്വമായിരുന്നു ഇമാം വക്കീഅ് ഇബ്നുൽ ജറാഹ് ഇബ്നു മലീഹ് അർ-റുആസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം വക്കീഅ് അബൂ സുഫിയാൻ അർ-റുആസി ഇറാഖിലെ മുഹദ്ദിസായിരുന്നു. അദ്ദേഹം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഉസ്താദിനോട് സങ്കടപ്പെടുന്നുണ്ട്. എന്താ വിഷയം? സൂ ഉൽ ഹിഫ്ദ്, ശരിയാം വിധം മനപ്പാടാക്കാൻ കഴിയണില്ല. എന്താണ് അതിന് ചികിത്സ? ഇന്നും ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണത്. മനപ്പാടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പലരും വൈദ്യശാസ്ത്രപരമായി ഇന്നത് ഭക്ഷിച്ചാൽ നല്ല മനപ്പാടാക്കാൻ സാധിക്കും, ഇന്ന ഭക്ഷണം മനപ്പാടമാകുന്നതിന് തടസ്സമാണ്, അതുകൊണ്ട് അത് കുറക്കണം, അല്ലെങ്കിൽ അത് കഴിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അന്ന് ഇമാം അൽ വക്കീഉ ഇബ്നുൽ ജറാഹിനോട് ചോദിച്ചു, മനപ്പാടമാക്കാൻ എന്താണ് വഴി?
പഠിച്ചത് പാഠമാകാൻ, ഹൃദിസ്ഥമാകാൻ എന്താണ് വഴി? വക്കീ ഇബ്നുൽ ജറാഹ് ആ വിഷയത്തിൽ പ്രതികരിച്ചത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കവിത രൂപത്തിൽ ശകൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ദി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി എന്നാണ്. വക്കീനോട് ഞാൻ സങ്കടപ്പെട്ടു, എൻ്റെ ഹിഫ്ള് മോശമാണ് എന്ന്. അപ്പോൾ അതിന് മരുന്ന് പറഞ്ഞു തന്നു. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കൂ എന്ന്. അതാണ് നിർദ്ദേശം. എന്ന് മാത്രമല്ല കാരണം പറഞ്ഞു. വ അഖ്ബറനി ബി അന്നൽ ഇൽമ നൂറുൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു വിജ്ഞാനം പ്രകാശമാണ്, ദീപ്തിയാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി, അള്ളാഹുവിൻ്റെ പ്രകാശം അതൊരിക്കലും പാപിക്ക് നൽകപ്പെടുകയില്ല, കനിയപ്പെടുകയില്ല. അതുകൊണ്ട് സൂഉൽ ഹിഫ്ള്, മനപ്പാഠം മോശമാകുന്നത് ചികിത്സിക്കാൻ, തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണെന്ന് പറഞ്ഞു എന്നാണ്. ഇമാം വക്കീ ഇബ്നുൽ ജറാഹ് ഇബ്നു മലീഹ് ഇബ്നു അദി അർ-റുആസി, അദ്ദേഹം അൽ ഇമാം അൽ ഹാഫിദ് മുഹദ്ദിസുൽ ഇറാഖ് എന്ന പേരിൽ വിശ്രുതനായ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രങ്ങളൊക്കെ മഹനീയമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഈ സൂ എന്നുള്ള പ്രയോഗം, അതിൻ്റെ അർത്ഥങ്ങളാണ്, അത് തേടുന്ന ആശയങ്ങളാണ്. പല നിലക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. വിപത്തുക്കൾ, വിഷമങ്ങൾ, ഇതേപോലെ ഈ പ്രയോഗത്തിൻ്റെ തേട്ടാണ്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅഉ വയക്ഷിഫു സൂ, നിർബന്ധിതൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? ദുരിതവും വിഷമവും പോക്കുന്നവൻ, നീക്കുന്നവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ? ഞാനിത് ഒക്കെ ഇവിടെ ഉണർത്തിയത് ഇതുപോലെ ആയത്തുകളിൽ പലയിടത്ത് സൂ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഹദീസുകളിൽ പലയിടത്ത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അർത്ഥങ്ങളും ആശയങ്ങളും വ്യത്യസ്തങ്ങളായി ഈ സൂവിന് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം അലിമാം ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ ബസായിറു ദവി തമീസ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതുപോലെ ഹുവ കുല്ലു മാ യഗുമ്മുൽ ഇൻസാൻ മിൻ ഉമൂരിദ്ദാറൈൻ, ഒരു മനുഷ്യന് അവൻ്റെ ഇഹത്തിലെയും പരത്തിലെയും വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതിൽ വിഷമവും വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നതെല്ലാം അത് സൂ ആണ്. നമ്മളിവിടെ പല ഉദാഹരണങ്ങൾ കേട്ടു, പല നിലക്കുള്ള പ്രയോഗങ്ങൾ കേട്ടു. ഒക്കെയും മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ സൂ ആണ്. അതിലേറ്റവും മനുഷ്യന് വേദന തരുന്നത്, വിഷമിപ്പിക്കുന്നത് മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങളാണ്, അവനിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളാണ്. ഇന്നമാ യഅ്മുറുകും ബിസ്സൂ എന്ന് ഷെയ്ത്താൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ സൂ കൊണ്ട് മാത്രമാണ് അവൻ കൽപ്പിക്കുന്നത് എന്ന് ഈ ആയത്ത് തേടുമ്പോൾ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടെല്ലാം ഷെയ്ത്താൻ കൽപ്പിക്കും. വിശിഷ്യ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന തെറ്റുകുറ്റങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, തിന്മകൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രത്യേകം വായിക്കുവാനുള്ളത്. ഇനി ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ, എന്താണ് ഫഹ്ഷ? വിശുദ്ധ ഖുർആനിൽ സൂഉം ഫഹ്ഷാഉം പ്രയോഗിക്കപ്പെട്ടതുപോലെ ഫഹ്ഷാഉം മുൻകറും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാനി വമൻ യത്തബിഉ ഖുതുവാതി ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇങ്ങനെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇതേപോലെ ഫഹ്ഷാഇൻ്റെ അർത്ഥത്തിൽ ഫാഹിഷത്ത് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ബഹുവചനം ഫഹ്ഷാ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ഫഹ്ഷാ അർത്ഥമാക്കുന്നത്? ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമായ നാമമാണ് ഫഹ്ഷാ. ഫഹുഷ എന്ന് പറയും ഇദാ തജാവസൽ ഹദ്ദൽ മഅറൂഫ് ഫീ ഫിഅലിഹി ഔ ഖൗലിഹി, വാക്കിലും പ്രവൃത്തിയിലും പരിചിതമായ, അറിയപ്പെട്ട അതിര് വിട്ടുകടന്നാൽ, തീവ്രമായാൽ, മര്യാദയുടെ അതിര് വിട്ടുകടന്ന് അതിനോടുള്ള എതിർപ്പ് കടുത്തതായാൽ അത്തരം കാര്യങ്ങൾക്ക് ഫഹ്ഷ എന്നും ഫാഹിഷത്ത് എന്നും പറയും. ഒരു കവിതയിൽ അറൽ മൗത യഅതാമുൽ കിറാമ വയസ്തഫി അഖീലത മാലിൽ ഫാഹിഷിൽ മുതശദ്ദിദി എന്നുണ്ട്. മരണം മാന്യന്മാരെ തിരഞ്ഞെടുക്കുന്നു, അറുപിശുക്കനായ, പിശുക്കിൽ തീവ്ര സ്വഭാവക്കാരനായ വ്യക്തിയുടെ സ്വത്തിനെയും മരണം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ മാലുൽ ഫാഹിഷ് എന്ന് പറഞ്ഞാൽ പിശുക്കിൽ അതിരുവിട്ടവൻ, അവൻ്റെ സ്വത്ത് എന്നാണ് അർത്ഥം. ഫഹുഷ എന്ന ക്രിയയിൽ നിന്ന് എടുക്കപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു മസലയുണ്ട് നിസ്കാരം ബാത്തിലാകുന്നതുമായി ബന്ധപ്പെട്ട്. ഇത്തഫഖൽ ഫുഖഹാഉ അലാ അന്ന സ്വലാത്ത തബ്തുലു ബിൽ അഫ്ആലിൽ കസീറത്തി അല്ലതി ലൈസത് മിൻ ജിൻസിഹാ വലാ മിൻ മസ്ലഹതിഹാ. നിസ്കാരത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതല്ലാത്ത, നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി ഉള്ളതല്ലാത്ത അധികരിച്ച പ്രവൃത്തികൾ നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ നിസ്കാരത്തിൽ കൈകെട്ടാൻ കൈ ഉയർത്തും, അതേപോലെ തന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തും, റുക്കുവിലേക്ക് നമുക്ക് കുനിഞ്ഞു നിൽക്കണം, അതൊക്കെ നിസ്കാരത്തിൻ്റെ പ്രവൃത്തികളാണല്ലോ. അതേപോലെ നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അപകടത്തിലേക്ക് നീങ്ങുന്ന
ഒരു കുട്ടിയെ കാണുകയാണ്. ആ കാഴ്ച കണ്ട് നിസ്കരിച്ചാൽ അത് ഖുശൂഇനെ ബാധിക്കും, ഭക്തി പുരസരം നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിൽപ്പെട്ടതാണ് ആ അപകടം ഒഴിവാക്കി കുട്ടിയെ രക്ഷപ്പെടുത്തി നിസ്കാരം തുടർത്തുക എന്നുള്ളത്. അതിനെത്ര പ്രവർത്തിക്കണോ അതൊന്നും നിസ്കാരത്തെ ബാത്തിലാക്കില്ല. എന്നാൽ ഇങ്ങനെയല്ലാത്ത പ്രവൃത്തികൾ അതിനെക്കുറിച്ച് പറയുകയാണ്, അന്നഹ ലാ തബ്തുലു ബിൽ ഫിഅലത്തിൽ വാഹിദത്തി മാലം തതഫാഹഷ്. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കൊണ്ട് നിസ്കാരം ബാത്തിലാകില്ല. മാലം തതഫാഹഷ് എന്ന് പറഞ്ഞെങ്കിൽ അത് അധികരിച്ചാലല്ലാതെ. നിസ്കാരത്തിൽപ്പെട്ടതോ നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിനോ വേണ്ടിയുള്ള പ്രവൃത്തികൾ അല്ലാത്ത പ്രവൃത്തികൾ ഒരാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കും. ഫഇൻ തഫാഹഷത് കദ്ദർബി വൽ വസ്ബത്തിൽ ഫാഹിഷത്തി ബതലത്തി സ്വലാ. ഒരാൾ അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരുന്നാൽ, അതേപോലെ ഒരാൾ ഫാഹിഷത്തായ നിലക്ക് ചാടി, എടുത്ത് ചാടി നിസ്കാരത്തിൽ കൂടുതൽ ഊക്കിൽ ഇങ്ങനെ ചാടി, അതൊക്കെ നിസ്കാരത്തെ ബാത്തിലാക്കും എന്ന് പറയണം. അതേപോലെ കർമ്മശാസ്ത്രത്തിൽ അൽ ഗബ്നുൽ ഫാഹിഷ് എന്ന് പറയും. വളരെ മോശമായ രീതിയിലുള്ള ഗബിൻ. ഇവിടെ മോശമായ ഗബിൻ എന്താ? വലിയ പറ്റിക്കലാണ്. ഒരാൾ ഇടപാട് നടത്തി അതിൽ താൻ പറ്റിക്കപ്പെട്ടാൽ അതാണ് ഗബിൻ. അത് ഫാഹിഷാണ് എങ്കിൽ അങ്ങനെയുള്ള ഇടപാട് നിലനിർത്തണോ അതല്ല അലസിപ്പിക്കണോ? അൽ ഗബ്നുൽ ഫാഹിഷിന് ഇരയായവന് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ ഫുഖഹാക്കൾ മസാല പറഞ്ഞത് നമ്മൾ വായിക്കും. ഞാനിവിടെ ഇത് പറഞ്ഞത് അൽ ഫാഹിഷത്ത് എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ് കവിതയും അതേപോലെ ഈ മസ്അലയും ഇവിടെ ഉദ്ധരിച്ചത്. ഭാഷാ നിഘണ്ടുകളിൽ അപ്രകാരം അറബി ഭാഷയിൽ അൽ ഫഹ്ഷ എന്നതിന് ഖുബുഹുൽ മംബർ, മോശമായ കാഴ്ച എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജാഹിലി കവി ഇംറുഉൽ ഖൈസ് ഇപ്രകാരം വർണ്ണിക്കുന്നുണ്ട്, വജീദുൻ കജീദിർ റീമി ലൈസ ബിഫാഹിഷിൻ ഇദാ ഹിയ നസ്സത്ഹു വലാ ബിമുഅത്തലി. കാമുകിയുടെ കഴുത്ത് മാൻപേടയുടെ കഴുത്ത് പോലെയാണ്. അത് ലൈസ ബിഫാഹിഷിൻ, മോശം കാഴ്ചയിലല്ല. എപ്പോൾ ഇദാ ഹിയ നസ്സത്ഹു, അവൾ തല ഉയർത്തി കഴുത്തുയർത്തി നിന്നാൽ, വലാ ബിമുഅത്തലി, ആഭരണങ്ങളില്ലാത്ത കഴുത്തുമല്ല എന്നാണ് അതിൽ പറയുന്നത്. ഇവിടെ ലൈസ ബിഫാഹിഷിൻ എന്ന് പറഞ്ഞു, മോശം കാഴ്ച എന്ന അർത്ഥത്തിൽ. ഈ ഉദാഹരണങ്ങളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചത് ഭാഷാ പണ്ഡിതന്മാരെ അനുസ്മരിച്ചത് അല്ലെങ്കിൽ അവരുടെ പ്രയോഗങ്ങളെ അനുസ്മരിച്ചത് ഫഹ്ഷ എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. ഇന്നൽ ഫുഹ്ഷ വത്തഫഹുഷ് ലൈസ മിനൽ ഇസ്ലാമി ഫീ ഷൈഇൻ എന്ന് ഹദീസിൽ കാണാം. ഫുഹ്ഷും തഫഹുഷും ഒരിക്കലും ഇസ്ലാമിൽ പെട്ടതല്ല എന്നാണ് അവിടെ ഹദീസ് പറയുന്നത്. ഇയ്യാകും വൽ ഫുഹ്ഷ് ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫുഹ്ഷ വത്തഫഹുഷ് ഇന്നല്ലാഹ യുബ്ഗിദുൽ ഫുഹ്ഷ വത്തഫഹുഷ്. നിങ്ങൾ ഫുഹ്ഷ് സൂക്ഷിക്കണം, അള്ളാഹു ഫുഹ്ഷിനെയും തഫഹുഷിനെയും വെറുക്കുന്നു. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ലാ തഖൂമു സഅതു ഹത്താ യദ്ഹറൽ ഫുഹ്ഷു വത്തഫഹുഷ്. അള്ളാഹുവാണ് അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഫുഹ്ഷും തഫഹുഷും അത് വ്യാപകമാകാതെ. ഇതൊക്കെ ഹദീസിന്റെ പ്രയോഗങ്ങളാണ്. കുല്ലുമായ യശ്തദ്ദു ഖുബുഹുഹു മിൻ ദുനൂബിൻ വമആസി, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപകൃത്യങ്ങളിൽ നിന്ന്. ഖുബുഹ് അതിൻ്റെ മോശത്തരം, അത് തീവ്രമായത് കഠിനമായതെല്ലാം അതാണ് ഈ ഫുഹ്ഷ്. വയക്സുറു വുറൂദുഹു ഫിസ്സിന, വ്യഭിചാരത്തെക്കുറിച്ച് ഫുഹ്ഷ് എന്ന് പറയൽ അത് കൂടുതൽ വന്നിട്ടുണ്ട്. വകുല്ലു ഖസ്ലത്തിൻ ഖബീഹത്തിൻ ഫാഹിഷത്തിൻ മിനൽ അഖ്വാലി വൽ അഫ്ആൽ, വാക്കുകളിലും പ്രവൃത്തികളിലും മോശവും തിന്മ തീവ്രവുമായ എല്ലാത്തിനും ഫുഹ്ഷ് എന്ന് പറയും. തഫഹുഷ് ബോധപൂർവം ഈ പറയപ്പെട്ട ഫുഹ്ഷ് ചെയ്താൽ അതിനും പറയും. ഈ ഫുഹ്ഷും തഫഹുഷും അത് തന്നെയാണ് ഫഹ്ഷ പ്രമാണവചനങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഫഹ്ഷയിൻ്റെയും ഫാഹിഷത്തിൻ്റെയും പ്രയോഗങ്ങളെ വിശദീകരിച്ചെടുത്താണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. വാക്കിലും പ്രവൃത്തിയിലുമുള്ള അതിരുവിടൽ, മോശത്തരം. നമ്മൾ പറഞ്ഞു ഖുബുഹുൽ മംബർ, മോശമായ കാഴ്ച, മോശത്തരം. അതേപോലെ തന്നെ അതിരുവിടൽ, വാക്കിലും പ്രവൃത്തിയിലും അതിരുവിടൽ, അതിനെക്കുറിച്ചുള്ള എതിർപ്പ് ഗൗരവതരമാവിധമാകുന്ന നിലയിൽ അതിരുവിടൽ. അതേപോലെ തന്നെ മോശം എന്ന് വിധിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന വാക്കുകൾ, പ്രവൃത്തികൾ. വിശുദ്ധ ഖുർആനിൽ വ്യഭിചാരത്തിന്, സ്വവർഗരതിക്ക് ഒക്കെയാണ് ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒരിടത്ത് മാത്രം ഫഹ്ഷ എന്ന് പിശുക്കിന് പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട്. അശ്ശൈത്താനു യഈദുകുമുൽ ഫഖ്റ വയഅ്മുറുകും ബിൽ ഫഹ്ഷാ എന്ന ആയത്തെ അനുസ്മരിക്കവേ, ഷൈത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു, ഫഹ്ഷാ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലുബ്ധത, പിശുക്ക്. എന്നിട്ട് സക്കാത്ത് കൊടുക്കരുത്, സദക്ക നിർവഹിക്കരുത് എന്ന ബോധനം നമ്മൾ പറഞ്ഞില്ലേ. 70 ഷൈത്താന്മാരുടെ അണ്ണി പൊളിച്ച് താട പൊക്കി തൊള്ള ബലം പ്രയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് സദക്ക നൽകാനാവൂ. കാരണം അത്രമേൽ ഷൈത്താൻ വയഅ്മുറുകും ബിൽ ഫഹ്ഷ, പിശുക്കുകൊണ്ട് കൽപ്പിക്കുന്നവനാണ്
നമ്മളൊരു തിരുമൊഴിയെ ഉദ്ധരിച്ചാണ് ആ ഒരു വിഷയം പറയുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൽ അൽ ഫഹ്ഷ എന്ന് വന്നത് കൊടിയ തെറ്റുകൾക്കാണ്, വലിയ പാപങ്ങൾക്കാണ്, അറുപിശുക്ക് അതിനൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ നാളുകളിൽ സുപരിചിതമായിരുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ, അത് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ള വിഷയം. ഏതായാലും ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ എന്ന വിശുദ്ധ വചനത്തിൽ സൂ കൊണ്ടും ഫഹ്ഷാവ് കൊണ്ടും മാത്രമാകുന്നു ശൈത്താന്റെ കൽപ്പന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൂ എന്ത്, ഫഹ്ഷ എന്ത്, ഈ പദപ്രയോഗങ്ങളുടെ വ്യതിരക്തത, വ്യത്യാസം അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചരിത്രങ്ങളെയും ഭാഷാപ്രയോഗങ്ങളെയും ചില മസ്അലകളെയും ഒക്കെ ഉദ്ധരിച്ച് പഠിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിൻ്റെ ബാക്കി ഭാഗവും അതുപോലെ ചില അനുബന്ധ ചരിത്രങ്ങളും വിഷയങ്ങളും ഇതിൽ പഠിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.